later. What's up guys? Charlie is here. So നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ പെട്ടെന്ന് പോയിട്ട് ഒരു സൂപ്പർ സ്മെൽറ്റർ അങ്ങ് പണിയാം. ഓക്കെ, ഉള്ള റിസോഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് ഗേദർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് വൺ മോർ സാഡ് തിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നലെ ബിൽഡ് ചെയ്തിട്ടുള്ള അത് പോയിട്ടുണ്ടായിരുന്നു. എന്തോ ഇഷ്യൂ ഉണ്ടായിട്ട് ബാക്കപ്പ് കാണൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവിടെ നമ്മൾ ഗോക്കുറോ കഷ്ടപ്പെട്ടൊരു വിൻമില്ലൊക്കെ സെറ്റാക്കിയിരുന്നു. ഇതൊക്കെ പോയി. ബട്ട് ഞാൻ വിട്ട് കൊടുത്തില്ല. നമ്മളെ ഗഡ്സ് നിങ്ങൾക്കറിയില്ലേ, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. തിരിച്ചു പിടിച്ചു, ഒന്നും നോക്കിയില്ല. ഞാൻ നേരെ പോയണ്ട് പണിഞ്ഞു. നമ്മൾ നേരത്തെ എങ്ങനെയാണോ ബിൽഡ് ചെയ്ത് അതേപോലെ കണക്ക് കടന്ന് പണിഞ്ഞ് ശകലകലാവല്ലഭൻ ഉണ്ടോ. ഇപ്പം നിങ്ങൾക്ക് വിശ്വാസം വരില്ല. ഈ റൂഫ് കണ്ടാൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ റൂഫിൻ്റെ ചെറിയൊരു പാളിച്ച വന്നു. നമ്മളിവിടെയൊക്കെ ഈ അസേലിയ ലീഫാണ് യൂസ് ചെയ്ത്, മനസ്സിലായില്ലേ. ഇന്ന് പെട്ടെന്ന് അത്യാവശ്യം നിറഞ്ഞല്ലോ. ഇത് പെട്ടെന്ന് ഇതൊന്ന് പണിയണം. ഇവിടെയാണ് നമ്മൾ സൂപ്പർ സ്മെൽറ്റർ ഉണ്ടാക്കുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു ഇതിൻ്റെ അടുത്താണ് ഉണ്ടാക്കുകയെന്ന്. ഓക്കെ, ഇവിടെ പിന്നെ വേറെ തെളിവെന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ റെഡ് സ്റ്റോണിൻ്റെ ടോർച്ച് നമ്മൾ പുറത്ത് കാണുന്ന രീതിയിലാണ് ചെയ്തിരുന്നത്. അതായത് ഒരു ബ്ലോക്ക് ഈ ലോഗ് ഇവിടെ ആയിരുന്നു നിന്നിരുന്നത്. നമ്മൾ പിന്നെ ഏതായാലും രണ്ടാമതൊന്നുകൂടി ബിൽഡ് ചെയ്യല്ലേ, അപ്പം അങ്ങ് റെഡിയാക്കിയേക്കാന്ന് വിചാരിച്ചിട്ട് സെറ്റ് ചെയ്തു. കണ്ടോ, ഫുള്ള് ബിൽഡ് ചെയ്തു. ആകെ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഈ ഒരു ഇതിൽ റൂഫ് മേലാണ്. എന്താ പറ്റിയ എനിക്കറിയാം. കുറേ കൊടുത്തിരുന്നു. പിന്നെ നിൽക്കട്ടെ എന്ന് കരുതി. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയും കുറേ കണ്ടു നോക്കി. ഈ നമ്മൾ റാൻഡായിട്ട് ബിൽഡ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം വരും. അത് നമ്മൾ ആ ചെയ്ത ഫിനിഷിങ്ങനെ പിന്നെ കിട്ടണമെന്നില്ല. ഗൈസ്, നമ്മൾ ഇവിടെയാണ് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നൈറ്റായിട്ടുണ്ട്. ആദ്യം ഒന്ന് കടന്നേച്ച് വരാം. ഓക്കെ, നമ്മളിവിടെയാണ് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങോട്ടായിരിക്കും. ഇങ്ങോട്ടാണ് നല്ലതെന്ന് നോക്കട്ടെ. ഇവിടെ നിന്ന് കവർ ചെയ്യേണ്ടി വരുമല്ലോ. ഇതൊക്കെ ശരിക്കും ഇന്നലെ പണി തീരണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇതിമേൽ ഒന്നുകൂടി കുത്തിറന്ന് ടൈം വേസ്റ്റ് ചെയ്തു. ശീല പറഞ്ഞിട്ട് കാര്യമില്ല. മൈൻഡ് ക്രാഫ്റ്റാണ്. ചിലത് പോവും, ചിലത് വരും. തിരിച്ചു പിടിച്ചാൽ ഗഡ്സ് ഉണ്ടായിരിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ ഒരു ചെറിയൊരു ടൈം ലാപ്സ് കണ്ടുവരും, അല്ലെങ്കിൽ വേണ്ട. അതായത് ഞാനിത് 2 ലെയറാണ് ഉണ്ടാക്കുന്നത്. കംപ്ലീറ്റ് ഓട്ടോമാറ്റിക്കാണ്. 2 ലെയറാണ് ഉണ്ടാക്കുക. അതായത് ഇവിടെ ഒരു ലെയറ്, പിന്നെ ഇവിടെ ഒരു ലെയർ. അപ്പം ഇത്രയും നമ്മളെ കയ്യിലുള്ള ഹോപ്പറും കാര്യങ്ങളും പോരാ. അയണും കാര്യങ്ങളും ഫുള്ള് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഫാമിൽ ഒന്ന് ലോഡായി വരണമെങ്കിൽ കുറച്ച് ടൈം കൊടുക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ബിൽഡ് ചെയ്യുന്ന നേരം കൊണ്ട് അവിടെ സെറ്റായിക്കോളും അയാണ്. ഓക്കെ, അപ്പം ഒരു ഭാഗത്ത് ബിൽഡ് ചെയ്യുന്നത് ജസ്റ്റ് നിങ്ങൾ കണ്ടുവരും. ഫസ്റ്റ് ഇവിടെ 2 ചെസ്റ്റ് വെക്കുക. ഞാൻ പേടിച്ചു. സത്യം പറഞ്ഞാൽ ഇന്നലെ കയറിയപ്പം ഇതുണ്ടാക്കാൻ വേണ്ടി കയറിയിരുന്നേ. കോബിൾ സ്റ്റോൺ എടുത്തില്ല. അപ്പം പോണ വഴിക്കുന്ന കാര്യം പറഞ്ഞു പോകുമ്പോൾ നമ്മൾ ഇന്നലെ ഈ സൂപ്പർ സ്മെൽറ്റർ ഉണ്ടാക്കാൻ വേണ്ടി കയറിയായിരുന്നു നൈറ്റ്. അപ്പോൾ ഉണ്ട് നമ്മുടെ സ്കിന്ന് പോയിട്ട് നമ്മൾ ആർമർ ഞാൻ ചെസ്റ്റ് വെച്ചായിരുന്നു. ഞാൻ ഇങ്ങനെ ബിൽഡ് ചെയ്യുമ്പോഴൊക്കെ ആർമർ ഊരിട്ട് ചെയ്യാണ്ടോ, ആർമറൊക്കെ ഊരിയിട്ടത്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചെസ്റ്റ് വെച്ചായിരുന്നു.
കയ്യിൽ സ്ലോട്ട് വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ചെസ്റ്റ് വെച്ചിരുന്നു. ആർമർ നോക്കുമ്പോൾ കാണില്ല. അപ്പം ഞാൻ ആകെ പേടിച്ച് ചെസ്റ്റ് നോക്കിയപ്പോൾ ഉണ്ട് എൻ്റെ സ്കിന്നും പോയിടും. നമ്മളിപ്പോൾ എന്തായാലും അതിൽ ഞാൻ ആകെ വെറീഡായി. പിന്നെ ഞാനെന്ത് ഓടിപ്പോയണ്ട് നമ്മളെ വിൽഡ് പോയി നോക്കുമ്പോണ്ട് അതവിടെ കാണുന്നില്ല. ആകെ ഒരു കുഴഞ്ഞ ഫീൽ ചെയ്തു. പിന്നെ മറ്റേ അഡ്മിൻസോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു എന്തോ ഓല ഭാഗത്തുള്ള മിസ്റ്റേക്കല്ല, വേറെ എന്തോ ഒരു ഇഷ്യൂ ആണ്, സെൽഫ് ടച്ച് ഉണ്ടോ. ഞാൻ ഇതൊക്കെ സെറ്റ് ചെയ്ത് ഫാർമേഴ്സ് ഉണ്ടാക്കിയിട്ട് അവിടെ പോയി ചെന്നിട്ട് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ 1 2 3 5 6 7 9 10 ഓക്കെ 10 ഇത് നമുക്ക് കൂടെ ഫാർമസ് ഒക്കെ അപ്പോൾ ഇതായിരിക്കും ഔട്ട്പുട്ട് ടെസ്റ്റ്. ഓക്കെ, ഫാർമസ് വായിച്ചത് ഇതിന് മുൻപാർക്ക് നോക്കാം. ഓക്കെ, അതും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കാം. കറക്റ്റായി നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ചിക്കൻ മേഖലയിൽ നോക്കാം. ഓക്കെ, അതും ചെയ്തിട്ടുണ്ട്. ഇനി ഉള്ളതാകുമ്പോൾ സോൾഡ് നോക്കുക. നമുക്ക് വേണ്ട കമൻറ്റൊക്കെ ഉള്ളതാണ് നോക്കാം. ഓക്കെ, ഇതെടുത്തിട്ട് നമ്മുടെ വലിയ വർക്ക് രണ്ട് ലക്ഷം കൊടുക്കണം. ഓക്കെ, ഇനി ഇവിടെ പവർ ഡേലി നോർമൽ ഓക്കെ ഇവിടെ നോർമൽ റൈ ഇവിടെ പവർ എന്താ റൈ ചെയ്തിട്ട് കഴിഞ്ഞ വീഡിയോ ഇതിൽ നമ്മൾ ബ്രെയിൻ്റെ ബ്രെയിൻ ചെയ്ത് ആണ് തന്നിട്ട് അത് നോക്കണം. അതും കഴിഞ്ഞു. ഇത് നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇനി ഇതങ്ങോട്ട് സെറ്റ് ചെയ്യണം. ഇത് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞു. നമുക്ക് മതി അവിടെ ചെയ്ത പോലെ നമ്മളൊക്കെ ചെയ്യണം. ഓക്കെ, വെച്ചത് നമ്മളെ കുത്തി കണ്ട. ഓക്കെ, ഇത് ചെയ്തു. ആൻഡ് ഇവിടെ ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ടോർച്ച് മതി. ബട്ട് റെസ്റ്റോറൻറ്റ് ബ്ലോക്ക് അല്ലേ നോക്കുക. ഇപ്പം വർക്ക് ആവുമല്ലോ. എന്ത് ചെയ്യുമല്ലയാ കൺഫ്യൂഷനാണ്. ഞാൻ കാര്യം ഈ പേര് ഞങ്ങളോട്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പം നമ്മൾ ആ റെഡ് സ്റ്റോൺ കാണൊക്കെ വെച്ചു. ഇനി ചെസ്റ്റ് വെക്കാണ്ട്. ഓക്കെ, നമ്മൾ 2 4 ചെസ്റ്റ് ഒന്ന് ക്രാഫ്റ്റ് ചെയ്യട്ടെ. ഇതേപോലെ അപ്പുറത്തെ സൈഡിലും ചെയ്യണം. ആൻഡ് ഇതിപ്പം ചെസ്റ്റും കൂടി വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വർക്കാവാനുള്ളതാണ്. നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി വെക്കട്ടെ. ഇതിൽ നമുക്ക് ഫ്യൂവലാണ് നിറക്കാനുള്ളത്. ഓക്കെ, ഇതിൽ നമുക്ക് ഇതും പ്രോഡക്റ്റും, അതായത് നമ്മളെന്താണ് സ്മെൽറ്റ് ചെയ്യേണ്ടതെന്നുള്ള സാധനം അതിലാണ് നിറക്കേണ്ടത്. ഓക്കെ, ഇനി ഒരു മൈൻ കാർട്ട് വിത്ത് ഹോപ്പർ എടുത്തിട്ട് 2 സൈഡിൽ വെക്കണം. 1 2 നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ തൽക്കാലം കുറച്ച് വുഡ് ഫ്യൂലാക്കി എടുത്തു. പ്രോഡക്റ്റായിട്ട് നമ്മൾ കോബിൾ സ്റ്റോൺ എടുത്തു. ഓക്കെ, ആൻഡ് ഒരു ലിവറും കൂടി വേണമായിരുന്നു. സ്റ്റിക്ക് ലിവർ. ഓക്കെ, അതും സെറ്റ് ചെയ്തു. ലിവർ ഇവിടെ വെക്കുക. ഓണാക്കുമ്പോൾ
ഓക്കെ, നല്ല എഫിഷ്യൻ്റാണ് ഗൈസ്. പക്ക എഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ പക്ക എഫിഷ്യൻ്റ്. അല്ലെ, നമ്മൾ അപ്പുറത്തെ സൈഡിൽ ചെയ്തിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ അവിടെ ചെയ്ത പോലത്തെ കവർ ചെയ്യാൻ പറ്റുന്നൊരു ബിൽഡ് മാതിരി നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇത് ബിൽഡ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പം 2-3 പവർ ഡ്രില്ലിൻ്റെ കുറവുണ്ടായിരുന്നു. അഗെയിൻ ഞാനൊരു പിഗ്ലിനോട് തോറ്റു. പിന്നെ ഒരു സ്കെൽട്ടൻ ഫുൾ ഡയമണ്ട് ആർമറ്, പിന്നെ ഏതൊക്കെ എൻചാൻറ്റുകളുള്ള ബോ ആണെന്ന് മനസ്സിലായി. പഞ്ചറ്റു എന്തായാലും ഉണ്ട്. തെറിച്ചങ്ങ് പോവുക, ഒന്നും കാട്ടായി. ഞാനവിടെ ആർമർ എടുത്തിട്ടില്ല, വീണ്ടും ചത്തു. 20 എക്സ്പെക്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ട്രേഡ് ചെയ്താണ് സെറ്റ് ചെയ്തതിന്, അതും പോയി. വൈദ പോയി. നമ്മൾ കഷ്ടപ്പെട്ട് നെതറിൽ പോയി ഇത് കൊണ്ടുവന്നു, പവർ ഡ്രൈൽ കൊണ്ടുവന്നു, സോറി ഗോൾഡ് കൊണ്ടുവന്നു പവർ ഡ്രൈലാക്കി. അപ്പം ഇതേപോലെ ഇവിടെ വർക്കാണ്. ഓക്കെ, സെറ്റ്. ഇനി ഞാൻ പിന്നെ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവിടെ പില്ലർ കാണാനൊക്കെ വെച്ചു. ഇനി ഇവിടെ ഒരു കവർ ചെയ്തിട്ടുള്ള ബിൽഡ് സെറ്റ് ചെയ്യണം. ഇവിടേക്ക് വെക്കണോ ഇങ്ങോട്ട് വെക്കാല്ലേ? അതായിരിക്കും ഒന്നുകൂടി മെച്ചം. ഓക്കെ, ഏതായാലും നിങ്ങളൊരു ടൈം ലാപ്സ് കണ്ടത് നമ്മളെ 10th എപ്പിസോഡാണ് ഗൈസ്. പക്ഷേ ഇതുവരെ നമുക്ക് 50 സബ്സ് അടിച്ചില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല 50 സബ്സ് ആക്കാൻ, ആരും ചെയ്തില്ല ഗൈസ്. സങ്കടമുണ്ട്, കണ്ണീര് കാണൂല, കാരണം കണ്ണാട ഇട്ടുകൊണ്ട്. ഈ വീഡിയോ കഴിയുമ്പോൾ, ഈ വീഡിയോ ഇട്ട് 2 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾ 50 സബ്സ് ആക്കണം ഗൈസ്, പൊളിക്കണം. ഓക്കെ, അത് ഞാൻ ഓഫ് ക്യാമറ എന്നിട്ട് സോർട്ട് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മറ്റേ കോപ്പർ ഗോളത്തിൻ്റെ ആ സാധനം സെറ്റ് ചെയ്യണം. അത്യാവശ്യം കിട്ടിയാണ് ഗൈസ്. ഇതിപ്പം നമുക്ക് തൽക്കാലം ആ പ്രൊഡക്റ്റിൻ്റെ പെട്ടിയിൽ കുറച്ചിടുക. ഓക്കെ, ഇപ്പം ആദ്യം ഐറ്റം ഫ്രെയിമിൽ സാധനങ്ങൾ വെക്കട്ടെ. ഇത് നമുക്ക് കരിയിക്കാനുള്ള ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് 2 കരിയിക്കണം. ഓക്കെ, ഇതൊരു 6 എടുത്തിട്ട് ഇപ്പോൾ തൽക്കാലത്തിനുള്ള ചാർക്കോളാണ്. അതിപ്പം നമ്മുടെ കയ്യിലുള്ളൂ ഫ്യൂവലായിട്ടുള്ളത്. ഇത് നമ്മളെ ജസ്റ്റ് ഒന്ന് കിട്ടിയതാണ്. ആൻഡ് നമുക്ക് നമ്മളെ മാഗ്മ പ്രോ ബാമ്പു കൊടുത്തതിന് ഫലമായിട്ട് നമുക്ക് 2 ടോട്ടം ഓഫ് അൺഡൈങ് തന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ആൻഡ് ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇത് സെറ്റ് ചെയ്തു. അതായത് ഇത് പ്രോഡക്റ്റ് ഇവിടെ നമ്മൾ ഇത് ഇതാക്കുന്നു. ഇവിടെ നമ്മൾ ഓൾറെഡി വെച്ചില്ലേ, അപ്പോൾ നമ്മളത് ജസ്റ്റ് ഓണാക്കി വെക്കട്ടെ. ഇത് 2 വെച്ചിട്ടുള്ളൂ. ഫസ്റ്റത്തേലപ്പോൾ വീണില്ല, ചാർക്കോൾ വീണില്ലേ. ഓക്കെ, പറഞ്ഞ നേരം കൊണ്ട് 2 സെറ്റ് ചെയ്തിട്ട് ഇനി ഇത് ഓഫ് ചെയ്യാം. ഇനി ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇതിൽ റെയിൽ വീണിട്ടുണ്ടാവും, അതൊന്ന് ചെക്ക് ചെയ്യണം. ഉണ്ടോ റെയിൽ ഉണ്ടോ? നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടൊന്നും ഇപ്പോൾ വീണതാണ്. അതിലൊക്കെ ചെക്ക് ചെയ്തു. ഇനി നമ്മളെ കെൽപ്പ് ഇതിലേക്ക്
അങ്ങ് നിക്ഷേപിക്കാം. ഓക്കെ, അതിന് മാത്രമുള്ള ഉണ്ടോ? മറ്റേ ഇതെന്താ വർക്കാവാത്ത? ഓക്കെ, കയറി നോക്കേണ്ടത്. മറ്റേത് വർക്കാവുന്നുണ്ട്, ഇത് വർക്കാവുന്നില്ല. ഐ തിങ്ക് ഇതായിരിക്കണം പ്രശ്നം, അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഞാൻ കാണുന്നില്ല ഇവിടെ. ഇത് വർക്കാവുന്ന നേരം കൊണ്ട് നമുക്ക് ഇവിടെ ഒന്ന് ടെറാഫാമിങ് ചെയ്യണം. ടെറാഫോമിങ് അല്ലേ, ടെറാഫോമിങ് അങ്ങനെയല്ല പറയാം. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. ആർമറൊന്ന് പോയിട്ട് ഔട്ടർ പറയും, ബോർഡ് സൂര്യല്ല, ഒരു ഇതിന് ഇതും പിടിക്കുക കയ്യിൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. റോഡ് ടു 50 സബ്സ്ക്രൈബ്സ്. ഓക്കെ, നമ്മൾ 10th എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ ഗൈസ്. ആൻഡ് ഈ ബിൽഡൊന്ന് റേറ്റ് ചെയ്യണം ഗൈസ്. ഓക്കെ, അഗെയിൻ ബൈ ബൈ.